കാനഡയിലെ ഖലിസ്ഥാൻവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിക്കും കൂട്ടാളി ഗോൾഡി ബ്രാനിനുമെതിരെ ഗുരുതര കുറ്റപത്രം സമർപ്പിച്ച് അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ. ലോസ് ഏഞ്ചൽസിലെ ഫെഡറൽ കോടതിയിലാണ് ബിഷ്ണോയിക്കും 8 കൂട്ടാളികൾക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023 ജൂൺ 18-നാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സുറയിലെ സിഖ് ക്ഷേത്രത്തിന് പുറത്തുവച്ച് ഹർദീപ് സിംഗ് നിജ്ജാർ വെടിയേറ്റ് മരിച്ചത്. ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന നിജ്ജാർ ഖലിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രവാദത്തിന്റെ പ്രമുഖ പ്രചാരകനായിരുന്നു. ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയതും ബിഷ്ണോയും സംഘവുമാണെന്നാണ് US അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇന്ത്യൻ ജയിലിൽ തടവിൽ കഴിയവെയാണ് ബിഷ്ണോയി ഈ ആഗോള ക്രിമിനൽ സംഘത്തെ ഭരിച്ചിരുന്നത് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ജയിലിനുള്ളിലേക്ക് കടത്തിയ നിരോധിത മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റ് അധിഷ്ഠിത സന്ദേശമയക്കൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് ബിഷ്ണോയി കൊലപാതകങ്ങളും കവർച്ചകളും മയക്കുമരുന്ന് കടത്തും നേരിട്ട് ഏകോപിപ്പിക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. ബിഷ്ണോയുടെ ബാല്യകാല സുഹൃത്തും വടക്കേ അമേരിക്കയിലെ കുറ്റകൃത്യങ്ങളുടെ പ്രധാന സൂത്രധാരനുമായ സതീന്ദർ ജിഗ് എന്ന ഗോൾഡി ബ്രാറാണ് നിജ്ജാറിനെ വധിക്കാനുള്ള ഉത്തരവുകൾ നേരിട്ട് നൽകിയതെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു. നിജ്ജാറിന്റെ ചിത്രങ്ങളും താമസ സ്ഥലത്തിന്റെ വിവരങ്ങളും ബിഷ്ണോയി സംഘം കൊലപാതകികൾക്ക് കൈമാറുകയായിരുന്നു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI-യുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന അന്താരാഷ്ട്ര സംയുക്ത തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. US, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിയമനിർവഹണ ഏജൻസികൾ ചേർന്ന് നടത്തിയ റെയ്ഡുകളിൽ 24 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ആകെ 37 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 3 പ്രധാന സംഘടിത കുറ്റകൃത്യ ശൃംഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ അന്താരാഷ്ട്ര ഓപ്പറേഷൻ. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അധിവസിക്കുന്ന ഇന്ത്യൻ വംശജരെ ലക്ഷ്യമിട്ട് ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ, മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവ നടത്തുന്ന സംഘങ്ങളെയാണ് വലയിലാക്കിയത്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയ സംഭവമായിരുന്നു നിജ്ജാറിന്റെ കൊലപാതകം. നിജ്ജാറിന്റെ മരണത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുകൾക്ക് പങ്കുണ്ടെന്ന് അന്നത്തെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ ഇന്ത്യൻ സർക്കാരിന് നേരിട്ട് പങ്കുള്ളതായി ആരോപിക്കുന്നില്ല. മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പടർന്നു പന്തലിച്ച ഗുണ്ടാ സംഘങ്ങളുടെ കുറ്റകൃത്യ ശൃംഖലയാണ് കേസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച തോക്കുധാരികളെ ഗൂഢാലോചനക്കാരായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിഷ്ണോയി ഗ്രൂപ്പിന് പുറമെ ജഗ്ഗൂബ് ഭഗവാൻപൂരിയ ഓർഗനൈസ്ഡ് ക്രൈം ഗ്രൂപ്പ്, ദന്ധ ഡ്രഗ് ട്രഫിക്കിംഗ് ഓർഗനൈസേഷൻ എന്നീ സംഘങ്ങൾക്കെതിരെയും അമേരിക്കൻ ഏജൻസികൾ നടപടി കടുപ്പിച്ചിട്ടുണ്ട്. കാലിഫോർണിയ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ ലഹരിമരുന്നുകൾ മോഷ്ടിച്ച് കാനഡയിലേക്കും മറ്റു US സംസ്ഥാനങ്ങളിലേക്കും കടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിർത്തികൾ കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടത്തിന്റെ തെളിവാണ് ഈ നടപടിയെന്ന് US ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുന്ന ഇത്തരം ക്രിമിനൽ ശൃംഖലകളെ പൂർണ്ണമായി വേരോടെ പിഴുതെറിയുകയാണ് ലക്ഷ്യമെന്നും അന്വേഷണ സംഘം അറിയിച്ചു.